ഉദ്യോഗസ്ഥ ലോകത്തിന്റെ മൗന അനുവാദവും അധികാരികളുടെ ശ്രദ്ധയില്ലായ്മയും മുതലെടുത്താണ് കുറവലങ്ങാടടക്കമുള്ള മേഖലയിൽ അനധികൃത മണ്ണെടുപ്പ് കേന്ദ്രങ്ങൾ പെരുകുന്നത്. കുറവലങ്ങാട്, മരങ്ങാട്ടുപള്ളി, ഉഴവൂർ, വെളിയന്നൂർ പഞ്ചായത്തുകളുടെ സ്ഥിതി വ്യത്യസ്തമല്ല. ഞീഴൂർ പഞ്ചായത്തിന്റെ ചില മേഖലകളിലും മണ്ണെടുപ്പ് വ്യാപകമാണെന്ന പരാതി ശക്തമായി ഉയരുന്നുണ്ട്. മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടത്തേണ്ടുന്നത് റവന്യൂ ഉദ്യോഗസ്ഥരാണ്. വില്ലേജ് ഓഫീസ് മുതൽ കളക്ടർ വരെ നീളുന്ന റവന്യൂ ഉദ്യോഗസ്ഥ സംഘത്തിന്റെ വ്യക്തമായ അറിവും സമ്മതവും രേഖാമൂലമുള്ള അനുമതിയും ലഭിച്ചാൽ മാത്രമേ മണ്ണെടുപ്പ് നടത്തുവാൻ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിയമപരമായ സാഹചര്യം. എന്നാൽ നാമമാത്രമായ അളവിൽ മണ്ണെടുക്കുന്നതിന് അനുമതി കരഗതമാക്കുകയും ഇതിന്റെ 10 മടങ്ങ് മണ്ണ് അന്യ ജില്ലകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ രീതി. അധികൃതർക്ക് ഇത് സംബന്ധിച്ച അറിവില്ലായ്മയല്ല, ചെറിയ കൊള്ളരുതായികയ്ക്ക് അധികൃതർ തന്നെ കൂട്ടി നിൽക്കുമ്പോൾ ഭൂമി തന്നെ ഇല്ലാതാകുന്ന അവസ്ഥ ഇവിടെ സംജാതമാകുകയാണ്. ചെറിയൊരു മഴ പെയ്താൽ പോലും MC റോഡിലടക്കം വെള്ളക്കെട്ട് ഉയരുന്ന സാഹചര്യത്തിന് പിന്നിൽ ഇത്തരത്തിലുള്ള മണ്ണ് മാഫിയകളാണ് എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യം. നെൽകൃഷിയുടെ വളർച്ചയ്ക്ക് എന്ന പേരിലെത്തിയ മൂവാറ്റുപുഴ നദീതട ജലസേചന പദ്ധതി നെൽകൃഷിയുടെ അന്തകനായി മാറിയ ചരിത്രം ഈ മേഖലയിലുണ്ട്. നെൽപ്പാടങ്ങളേറെയും നികത്താൻ കനാൽ മണ്ണും കുന്നിടിച്ച മണ്ണും പ്രയോജനപ്പെടുത്തിയപ്പോൾ വെള്ളം താഴാൻ ഇടമില്ലാതെയാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയരുന്നത്. 1-ാം നമ്പർ സംസ്ഥാന ഹൈവേയായ MC റോഡിലടക്കം വെള്ളക്കെട്ട് ഉയരാൻ അയൽപ്പാടങ്ങളെല്ലാം നികന്നത് കാരണമായിരിക്കുകയാണ്. വെള്ളൊഴുക്ക് സാധ്യമല്ലാതെ വരുന്ന സാഹചര്യത്തിലൂടെ പ്രകൃതിയുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാവുന്ന സാഹചര്യം വലിയ ഭീഷണിയുമാണ് ഉണ്ടാകുന്നത്. ഇതോടൊപ്പം തന്നെ കുന്നുകൾ സമതലങ്ങളായി മാറുന്ന സാഹചര്യം മൂലം കുടിവെള്ളക്ഷാമത്തിനും കാരണം ഉയരുന്നുണ്ട്. കുറവലങ്ങാട് മേഖലയിൽ അനധികൃതമായ മണ്ണെടുപ്പ് കേന്ദ്രങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ യോഗം ചേർന്നു. UDF-ൽ നിന്ന് കോൺഗ്രസും കേരള കോൺഗ്രസും, ഇടതുപക്ഷത്ത് നിന്ന് CPM-ഉം CPI-യുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. സർവകക്ഷി യോഗമെന്ന് അധികൃതർ വിശദീകരിച്ചുവെങ്കിലും മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രാതിനിധ്യം യോഗത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. യോഗത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ കുറവലങ്ങാട് പഞ്ചായത്തിന്റെ കുടുക്കുമറ്റം ഭാഗത്ത് നടത്തുന്ന മണ്ണെടുപ്പ് കേന്ദ്രം സംഘം സന്ദർശിച്ചു. മണ്ണെടുപ്പ് സംബന്ധിച്ച നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഇവിടെ മണ്ണെടുപ്പ് നടക്കുന്നത് എന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ സംഘം വിലയിരുത്തി. 5.5 സെന്റ് സ്ഥലത്തു നിന്നും 2 മീറ്റർ ആഴത്തിൽ മണ്ണെടുക്കാൻ 1 മാസത്തേക്ക് നിയന്ത്രണമില്ലാതെ ലോറികൾക്ക് അനുമതി നൽകുന്ന ജില്ലാ ജിയോളജിസ്റ്റിന്റെ ക്രമവിരുദ്ധമായുള്ള നടപടികളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാണ് ഈ സംഘത്തിന്റെ പ്രധാന ആവശ്യം. പഞ്ചായത്ത് പ്രദേശത്ത് നടത്തുന്ന മണ്ണെടുപ്പിനെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കാനും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം തീരുമാനിച്ചതായി അധികൃതർ വിശദീകരിക്കുന്നുണ്ട്. കുറവലങ്ങാട് പഞ്ചായത്തിൽ റവന്യൂ ജില്ലാ ജിയോളജിക്കൽ വകുപ്പ് അധികാരികളുടെ ഒത്താശയോടെയാണ് മണ്ണെടുപ്പ് നടത്തുന്നത് എന്നാണ് കോൺഗ്രസ്, കേരള കോൺഗ്രസ്, CPI, CPM അംഗങ്ങൾ പങ്കെടുത്ത യോഗം വിലയിരുത്തിയിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് TS രമാദേവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ലീലാമ്മ തോമസ്, അഡ്വക്കേറ്റ് T ജോസഫ്, തങ്കച്ചൻ അബ്രാഹം, അഡ്വക്കേറ്റ് KK ശശികുമാർ, തോമസ് കണ്ണന്തര, AN ബാലകൃഷ്ണൻ, ജോജോ സെബാസ്റ്റ്യൻ, ഗോപിനാഥൻ നായർ കുന്നത്ത് എന്നിവരാണ് പങ്കെടുത്തത്.